പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ദിവസം നമ്മൾ പഠനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പാത്താമുട്ടം MC കുര്യാക്കോസ് റമ്പാൻ എന്ന ഒരു വലിയ വൈദികനും ഭക്തനുമായ വ്യക്തിത്വത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹം 1901 ഓഗസ്റ്റ് മാസം 31 ജനിച്ചു. 1958 ജൂലൈ മാസം 19 നിര്യാതനായി. 57 വർഷം മാത്രം. പക്ഷേ ഈ പുരുഷായുസ് അദ്ദേഹം ഒരു വലിയ കാലഘട്ടത്തിലേക്ക് ആവശ്യമായ നേതൃത്വം നൽകിയ ഒരു വലിയ നല്ല സംഘാടകനും ഭരണകർത്താവും അതേസമയം തന്നെ കൊച്ചു കൊച്ചു കവിതകൾ രചിക്കുവാൻ കഴിയുന്ന ഗ്രന്ഥകാരനും ജീവിതം സമ്പൂർണമായി സന്യാസിയായി സമർപ്പിച്ച ഒരു താപസനുമായിരുന്നു. ഈ ഗുണവിശേഷങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു പാത്താമുട്ടം MC കുര്യാക്കോസ് റമ്പാച്ചൻ്റേത്. അക്കാരണത്താലാണ് നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച് തീർച്ചയായും ചില കാര്യങ്ങളെങ്കിലും ഉൾക്കൊള്ളേണ്ടതുണ്ട്, സ്വാംശീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹം അന്നത്തെ കാലത്തെ ഒരു നല്ല വിദ്യാഭ്യാസം ലഭിച്ച ആളായിരുന്നു. കോട്ടയം CMS കോളേജിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ്, തിരുച്ചിറപ്പള്ളി ബിഷപ്പ് ഹെബർ കോളേജിൽ നിന്ന് ബിരുദം, BA കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരുവല്ലയിൽ 2 സ്കൂളുകളിൽ പഠിപ്പിച്ചു. തിരുമൂലപുരം ബാലികാമഠം സ്കൂളിലും നിക്കോൾസൺ സ്കൂളിലും. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചൊരു അധ്യാപകനായി ഒരു നല്ല വിജയകരമായ ജീവിതം മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവവിളി സംബന്ധിച്ച ബോധ്യമുണ്ടായി. സഭയിലൊരു വൈദികനായി സ്വയം സമർപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിന് അദ്ദേഹം സമർപ്പിക്കുകയായിരുന്നു. 1929 അദ്ദേഹം ജോലി രാജിവെച്ചു. സെമിനാരിയിൽ പരിശീലനത്തിന് ചേർന്നു, കോട്ടയം പഴയ സെമിനാരിയിൽ. 1930 അദ്ദേഹം വൈദികനായി. അദ്ദേഹത്തെ വൈദിക പദവിയിലേക്ക് അഭിഷിക്തനാക്കിയത് പാമ്പാടി കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകമായി നോക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു. ആ കാരണത്താലാണ് മലങ്കര സഭാ മാസികയുടെ മുഖ്യ പത്രാധിപരായി ദീർഘകാലം അദ്ദേഹം സേവനമനുഷ്ഠിക്കുവാൻ ഇടയായി തീർന്നത്. അതേപോലെ തന്നെ കാതോലിക്ക നിധിയുടെ പ്രാരംഭ സംഘാടകരിൽ ഒരാളായിരുന്നു, അല്ല പ്രമുഖനായിരുന്നു എന്ന് തന്നെ പറയണം. അൽമായ ശ്രേഷ്ഠരോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ സാമ്പത്തികമായ ഭദ്രതയെയും സഭയുടെ സ്വത്വബോധത്തെയും ശരിപ്പെടുത്തിയെടുക്കുന്നതിനും ഉയർത്തിയെടുക്കുന്നതിനായി ആരംഭിച്ചതാണ് കാതോലിക്ക നിധി എന്നുള്ളത്. ഇത് അദ്ദേഹം ആവിഷ്കരിക്കുമ്പോൾ അദ്ദേഹം സഭാ സെക്രട്ടറി ആയിരുന്നു, മലങ്കര സഭാ സെക്രട്ടറി. 1935 അങ്ങനെ അദ്ദേഹം വലിയൊരു സംഘാടകനും ഒരു ദീർഘവീക്ഷണത്തോടുകൂടെ പ്രവർത്തിച്ച ഭരണകർത്താവുമായിരുന്നു. മർത്തമറിയം സമാജം സ്ഥാപിച്ചത് പാത്താമുട്ടം MC കുര്യാക്കോസ് റമ്പാച്ചനാണ്. അദ്ദേഹം കോട്ടയം ഭദ്രാസന സെക്രട്ടറി ആയിരുന്നു. അതേസമയം തന്നെ അദ്ദേഹം ഒരു നല്ല വൈദികനുമായിരുന്നു. പാത്താമുട്ടം സ്ലീബ പള്ളി അദ്ദേഹം സ്ഥാപിച്ചതാണ്. അങ്ങനെ മറ്റ് ചില പള്ളികളും അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹം നിര്യാതനായ സന്ദർഭത്തിൽ പത്തനാപുരം വലിയ മാർ തോമാമാർ ദിവന്യാസ്യോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ചരമ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി: പാത്താമുട്ടം MC കുര്യാക്കോസ് റമ്പാച്ചൻ ഒരു കശീശയായി നന്നായി ഭരിച്ചു, ഒരു ദേറാക്കാരനായി നന്നായി ജീവിച്ചു.
ഒരു ഭക്തനായി നന്നായി മരിച്ചു. ഇത്ര വൈശിഷ്ട്യമാർന്ന ഒരു വ്യക്തിത്വം തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഇളം തലമുറയ്ക്ക് പലർക്കും അറിയാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ചു പോകുന്നു. അദ്ദേഹം ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു എഴുത്തുകാരനായിരുന്നുവെന്ന്. അദ്ദേഹം രചിച്ച ഏതാനും കവിതകളുണ്ട്, പദ്യങ്ങളുണ്ട്. അത് സുന്ദരമാണ്. ഞങ്ങളെ വാഴ്ത്തിക്കണ്ണിൻ്റെ കൃഷ്ണമണിക്കൊപ്പം കാത്ത് യേശുമശീഹ ജീവൻ്റെ വഴിയിൽ കൂടെ നടത്തണമേ. തങ്കത്തെക്കാളും രമ്യം തേനിൻ കട്ടയിലും കാമ്യം നിൻ കൽപ്പനകളറിഞ്ഞെന്നും പാലിച്ചിടണം ഞങ്ങൾ. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന മനോഹരമായ ഈരടികളാണിത്. ഇത് കുഞ്ഞുങ്ങൾ ഓർക്കുന്നതും ആവർത്തിച്ച് ഉരുവിടുന്നതും സൺഡേ സ്കൂൾ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും കൂടെ ഒരുക്കത്തിനായി ചേർന്ന് ചൊല്ലുന്നതും വളരെ നന്നായിരിക്കും, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ സഭ എന്നാളും ഓർക്കുന്ന വേറൊരു ഗീതമുണ്ട്, നമുക്ക് ഏവർക്കും അറിയാം. പ്രദക്ഷിണം നടത്തുന്ന സന്ദർഭത്തിൽ ചൊല്ലുന്ന ഗീതമാണ്. സ്വർഗരാജ്യേ സിംഹാസനമേറി സ്ഥിതി ചെയ്യുന്നവനെ സർവചരാചര പാലകനെ എന്നിങ്ങനെ തുടങ്ങുന്ന സുന്ദരമായ ഗീതം. ഇത് എത്രയോ ആവർത്തി നാം ചൊല്ലിയിരിക്കുന്നു. ഇത് ഓരോ പ്രാവശ്യവും ചൊല്ലുമ്പോഴും എൻ്റെ മനസ്സിൽ വരികയാണ് ഇതിൻ്റെ രചയിതാവായ പാത്താമുട്ടം MC കുര്യാക്കോസ് റമ്പാച്ചൻ എന്നുള്ള ഒരു വലിയ വ്യക്തിത്വം. ഇതിൻ്റെ ഭാഷയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അദ്ദേഹം മലയാള ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളായിരുന്നു. ഭാഷയിലുള്ള വ്യുൽപ്പത്തി, ഒരു എഴുത്തുകാരനെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചാതുര്യം, ഇതെല്ലാം മാനിച്ചുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം ദീർഘകാലം മലങ്കര സഭാ മാസികയുടെ മുഖ്യ പത്രാധിപരായി സേവനമനുഷ്ഠിക്കുവാൻ ഇടയായി തീർന്നത്. യഥാർത്ഥത്തിൽ പാത്താമുട്ടം MC കുര്യാക്കോസ് റമ്പാച്ചനെ സംബന്ധിച്ച് ഇളം തലമുറ കൂടുതൽ അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത വൈശിഷ്ട്യം സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, സ്വാംശീകരിക്കേണ്ടതുണ്ട്. അനുകരണീയനായ ഒരു നല്ല വൈദിക ശ്രേഷ്ഠനും സമ്പൂർണമായി സമർപ്പണമുള്ള ഒരു താപസനുമായിരുന്നു, സന്യാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ തീർച്ചയായും നമുക്ക് അനുഗ്രഹകരമാണ്. ജൂലൈ 19 അദ്ദേഹം ഓർക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. ദൈവതിരുസന്നിധിയിൽ പരിശുദ്ധന്മാരുടെ നിരയിൽ അദ്ദേഹം പ്രക്ഷോഭിക്കുന്നു. ദൈവതമ്പുരാൻ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.